കേരളത്തിലെ പ്രധാന പാതകൾ മാത്രമല്ല ഉൾപ്രദേശങ്ങളിലെ റോഡുകൾ വരെ മികച്ച നിലവാരത്തിലുള്ളതാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കോന്നി ചിറ്റാറിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കോർത്തിണക്കിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് കോന്നിയിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോന്നി ചിറ്റാറിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചിറ്റാർ ജില്ലാ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായി കണ്ടെത്തിയ മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റോഡുകൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങി സമസ്ത മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കോന്നി മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനോടൊപ്പം തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുന്നതിനും സർക്കാർ ഏറെ പ്രാധാന്യം നൽകി. ചിറ്റാർ ജില്ലാ സ്പെഷ്യാലിറ്റി ആശുപത്രി, ചിറ്റാർ സർക്കാർ സ്കൂളിന്റെ കെട്ടിടം തുടങ്ങി നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ ധാരാളം വികസന കാര്യങ്ങൾ നടക്കുകയാണ്. കോന്നി വളരെ വലിയൊരു മണ്ഡലമാണ്. പഴയ കോന്നി ചിറ്റാർ സീനത്തോട് ഉൾപ്പെടുന്നതല്ല. ഞങ്ങളുടെ ശബരിമലയുടെ തൊട്ട് താഴെ തുടങ്ങി ഇങ്ങനെ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഈ മണ്ഡലത്തിൽ റോഡുകളൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള റോഡുകളാണ് മഹാഭൂരിപക്ഷം റോഡുകളും. ആ തരത്തിലേക്ക് റോഡുകളുടെ സ്വഭാവം മാറിയിരിക്കുന്നത്. കേരളത്തിലെ പോലെ ഓരോ ഉൾപ്രദേശങ്ങളിലും ഇത്രയും ആധുനിക നിലവാരത്തിലുള്ള റോഡ് വളരെ അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ബഹുമാനത്തോടെ എടുത്തു പറയാൻ പറ്റും. കോന്നിയിലും അത് അങ്ങേയറ്റം വികസിതമായിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്ന ഒരു കാര്യം കോന്നി മെഡിക്കൽ കോളേജ്. കോന്നി മെഡിക്കൽ കോളേജ് മുൻപ് ഉദ്ഘാടനം ചെയ്തു, പക്ഷേ ചികിത്സാ സൗകര്യം ഉണ്ടായിരുന്നില്ല. ക്ലിനിക്കൽ പരിശോധനയ്ക്ക് പോലും അവസരം ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ്. പക്ഷെ ആ മെഡിക്കൽ കോളേജിൽ 1000-ഓളം വേണം സ്റ്റാഫ്, 1000-ഓളം പേര് വേണം ഒരു മെഡിക്കൽ കോളേജിന്. ഏറ്റവും മിനിമം 1000-ഓളം സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തു. അവിടെ ആധുനികമായ സൗകര്യം വന്നു. ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നഴ്സിംഗ് കോളേജ് നടക്കുന്നത്. നഴ്സിംഗ് കോളേജ് മാത്രമല്ല, ഫുഡ് സേഫ്റ്റി സംബന്ധിച്ച ലാബുണ്ട് ഇവിടെ. പോസ്റ്റ് ഗ്രേഡ് ഉണ്ടായിരിക്കുകയാണ്. ഈ ധനകാര്യമന്ത്രിമാര് ഏറ്റവും കൂടുതൽ തലവേദന അനുഭവിക്കുന്നത് ഈ പോസ്റ്റ് ഗ്രേഷന്റെ കാര്യത്തിലാണ്. കാരണം പോസ്റ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ വലിയ ബാധ്യത വരും. ഇന്ത്യ രാജ്യത്ത് പോസ്റ്റുകൾക്കും അധികം ഫില്ല് ചെയ്യുന്നില്ല. പട്ടാളത്തിൽ ഉൾപ്പെടെ കോൺട്രാക്റ്റാണ്. 12 ലക്ഷത്തോളം വേക്കൻസി കേന്ദ്ര ഗവൺമെന്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. 32 ലക്ഷം വേക്കൻസി സംസ്ഥാനങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പക്ഷേ 10 പുതിയ മെഡിക്കൽ കോളേജാണ് ഈ ഘട്ടത്തിൽ തുടങ്ങി അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അപ്പൊ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് കോന്നിയിലുണ്ടായി. നഴ്സിംഗ് കോളേജ് വന്നു, മറ്റനുബന്ധ സൗകര്യങ്ങൾ വന്നു. ഓരോ സ്ഥലത്തും കണ്ണൂരിൽ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെയും ധാരാളം പ്രൊജക്ടുകളുടെ ഉദ്ഘാടനമാണ്. ധാരാളം പുതിയ സംവിധാനങ്ങൾ, റോഡുകളെ, കെട്ടിടങ്ങളെല്ലാം വരും. ഇങ്ങനെ കോന്നി മണ്ഡലത്തിൽ വലിയ വികസനം വന്നിട്ടുണ്ട് എന്നുള്ളത് എം.എൽ.എയുടെയും ഈ നാട്ടിലെ എല്ലാവരുടെയും ചേർന്ന പ്രവർത്തനത്തിന്റെ അഭിമാനകരമായ ഉദാഹരണമാണ്. അത് നടത്തി കൊടുക്കുവാൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ എല്ലായിടത്തും ഇതേപോലെ വികസനം നടക്കുകയാണ്. ചിറ്റാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കോന്നി എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് വാങ്ങിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ആംബുലൻസ്, ചിറ്റാർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് എന്നിവയുടെ താക്കോൽദാനവും മന്ത്രി നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ആശുപത്രി നിർമ്മിക്കാൻ 2 ഏക്കർ സ്ഥലം സർക്കാരിലേക്ക് സൗജന്യമായി നൽകിയ പ്രമുഖ വ്യവസായി ഡോക്ടർ വർഗീസ് കുര്യനെ മന്ത്രി ആദരിച്ചു. ചിറ്റാറിലെ ഡിജിറ്റൽ സർവേ നടപടികളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ. രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കോന്നി എം.എൽ.എ അഡ്വക്കേറ്റ് കെ.യു. ജനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ എസ്. പ്രേംകൃഷ്ണൻ, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എസ്. ഗോപി, ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ. ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖ സുരേഷ്, സംഘാടക സമിതി ജനറൽ കൺവീനർ കെ.ജി. മുരളീധരൻ, കൺവീനർ ടി.കെ. സജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.